ഇന്നെന്താ വെഡിങ് ആനിവേഴ്സറി ആണെന്നാണോ? അല്ല കേട്ടോ, എനിക്ക് പറ്റിയൊരു മണ്ടത്തരവും നിങ്ങൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന മണ്ടത്തരവും പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ ഇപ്പം ഷോയ്ക്ക് വേണ്ടി കല്യാണത്തിന് 5 പവൻ്റെയും 6 പവൻ്റെയും ഒക്കെ സെറ്റ് എടുക്കാൻ പോകും. അവർ മാക്സിമം ഷോ ഓഫിന് വേണ്ടി ഏറ്റവും വലുതാക്കി തന്നെ പണിത് തരും. ഇവിടെ നഷ്ടമാർക്കാനോ നമുക്ക് തന്നെ എന്താണെന്നല്ലേ, ഈ ഐറ്റങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇന്നാണെങ്കിൽ ഒരാൾ പോലും കല്യാണത്തിന് ഈ ഷോ ഒന്നും കാണിക്കാറില്ല, ഫാൻസിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്ന മണ്ടത്തരം എന്താണെന്ന് ആദ്യം പറയാം. ഒന്ന്, നമ്മൾ ഇത്രയും അടിച്ച് പരത്തിയാണ് അവർ ഇത്രയും ഷോ ആക്കി തരുന്നത്. ഇത് 2ഓ 3ഓ യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ സാധനങ്ങളുടെ കണ്ണിയെല്ലാം പൊട്ടും. മാത്രമല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഐറ്റം പോലും ഇതിലുണ്ടാവില്ല. ഈവൻ വളയാണെങ്കിൽ പോലും റിംഗ് ആണെങ്കിൽ പോലും അവർ അത്രത്തോളം ഗോൾഡ് കുറച്ചാണെങ്കിൽ അവർ മേക്ക് ചെയ്യുന്നതുകൊണ്ട് 2ഓ 3ഓ യൂസ് ചെയ്യുമ്പോഴേക്കും ഇത് ഒടിയും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ സാധനങ്ങളെല്ലാം റിട്ടേൺ കൊടുത്തിട്ട് ഡെയിലി യൂസിന് പറ്റുന്ന സാധനത്തിലേക്ക് മാറ്റാൻ പോകും. അവിടെ GST വരും, മേക്കിംഗ് ചാർജ് വരും. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എത്ര രൂപയാണ് നഷ്ടം വരുന്നതെന്ന് അറിയോ? ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമുക്കിന്നത് വിരൽത്തുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എത്രയോ ഓൺലൈൻ സൈറ്റുകളുണ്ട്. നമുക്ക് കല്യാണത്തിന് വേണ്ട ഏറ്റവും എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഷോ ഓഫ് കിട്ടുന്ന സാധനങ്ങളിൽ ചെറിയ എമൗണ്ടിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇത് ഞാൻ മീഷോയിലെ സൈറ്റാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് നമുക്കിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് അവൈലബിൾ ആണ്. കാരണം എല്ലാവരും റെൻറ്റിന് കൊടുക്കുന്ന കടകളുണ്ട്. ഈ GSTയും ഈ ടാക്സ് ഒക്കെ അടയ്ക്കുന്ന പേരിൽ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു സൈറ്റ് കയറി ആ പൈസയുടെ അതിൻ്റെ പകുതി പോലും ആവുന്നില്ല നമുക്ക് ആവശ്യമുള്ള സ്വർണ്ണങ്ങൾ. ഇത് വളയായിക്കോട്ടെ, മാലയായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്കിന്ന് വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയാണ്? ഈ സ്വർണ്ണക്കടക്കാരെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയോ? ഇത് നോക്കൂ, ഡയമണ്ട് ഐറ്റം ആയിക്കോട്ടെ, ഗോൾഡ് ഐറ്റം ആയിക്കോട്ടെ, ഏത് ഐറ്റം വേണമെങ്കിലും നമുക്കിന്ന് കിട്ടും. ഇത് വാടകയ്ക്കും കിട്ടും. ഈ ഗോൾഡ് കവറിങ് കടകളിൽ പോയി അവർ തന്നെ തരും നമുക്ക് 2ഓ 3ഓ ദിവസത്തിന് വാടക കൊടുത്ത ഐറ്റങ്ങൾ. അവിടെ പോയി അതെടുത്തിട്ട് നമുക്ക് കല്യാണം നടത്തിയാൽ പോരെ? നമുക്ക് അന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം ഇത്രയും പൈസ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അതിന് പകരം നമ്മൾ ഈ ഇവിടെ നിന്നാലും മേടിച്ചിട്ട് ഗോൾഡ് കടയിൽ പോയിട്ട് നമുക്ക് ഡെയിലി യൂസിന് ആവശ്യമുള്ള സിമ്പിളായിട്ടുള്ള ഒരു 5 പവനോ അല്ലെങ്കിൽ 3 പവനോ ആണെങ്കിൽ അതിനൊരു ചെയിനും അതിന് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു വളയും ഒരു മോതിരം എടുത്ത് നമ്മൾ മാറ്റി വെച്ചാൽ അത് ഈ ഗോൾഡിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്ന് കല്യാണം, ഈ ഒരു എന്താ പറയുക, ഗോൾഡ് കവറിങ്ങിൻ്റെ ഐറ്റത്തിന് കൂടിയിട്ട് നമുക്കൊന്ന് കല്യാണത്തിന് പോവുകയും ചെയ്യാം. അതിനുശേഷം യൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ 1 രൂപ പോലും നഷ്ടം വരുന്നില്ല. ഇത് നമ്മളും നേരെ മറിച്ച് എന്താ ചെയ്യുന്നത്? ഷോയ്ക്ക് വേണ്ടി അടിച്ച് പരത്തി തേച്ചെടുത്ത് ഇത്രയും പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങും. ഒരു 2 ദിവസം പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആരെങ്കിലും ഇടുമോ ഈ സാധനങ്ങളൊക്കെ? പിന്നെ ഇത് വീണ്ടും അവരുടെ കയ്യിൽ തന്നെ കൊണ്ട് കൊടുത്തിട്ട് സിമ്പിളായിട്ടുള്ള മാലയും മോതിരമാക്കി വാങ്ങാൻ പോകുമ്പോൾ എത്ര രൂപയാണ് നഷ്ടം വരുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ പൈസയുടെ 4-1 പോലും കൊടുക്കണ്ട. ഈ ഇതുപോലെ ഓൺലൈൻ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ റെൻ്റ് കടകളിൽ നിന്നോ എടുത്തിട്ട് നമുക്ക് കല്യാണത്തിന് തിളങ്ങാം. നമ്മൾ 5 പവൻ പോയിട്ട് 50 പവൻ്റെ ഐറ്റം വരെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് പോകും. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇടുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കല്യാണം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. അത് എത്രത്തോളം ഭംഗിയാക്കണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കും. അപ്പോൾ അത് മാക്സിമം നമുക്ക് ഇതുപോലെയൊക്കെ നോക്കും. എന്ത് ഭംഗിയാണ് നോക്കിക്കോ, ഓരോ ജിമിക്കയുടെയൊക്കെ അതിൻ്റെയൊക്കെ റേറ്റ് ഇതുണ്ടോ? ഡയമണ്ടിനകത്ത് തോറ്റു പോകുന്ന ഐറ്റമാണ്. അതിനൊക്കെ നമുക്ക് വെറും 300 രൂപ ആവുന്നുള്ളൂ. വാടകയ്ക്ക് എടുക്കുന്ന പൈസ പോലും ആവുന്നില്ല. ഇതൊക്കെ നോക്കും, നമുക്ക് എത്ര ഭംഗിയായിട്ട് ഒരുങ്ങി നമുക്ക് പോകാം. ഈ വെറുതെ ഈ സ്വർണ്ണക്കടക്കാരുടെ തട്ടിപ്പിൽ വീഴേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതിപ്പോൾ മീഷോയാണ് കേട്ടോ. മീഷോ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും നെഗറ്റീവ് ചിന്തിക്കേണ്ട. നമ്മൾ എടുക്കുന്ന സാധനം നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ അത്രത്തോളം ശ്രദ്ധിക്കണം. ഏതൊരു സൈറ്റിൽ നിന്ന് സാധനം വാങ്ങുമ്പോഴും അവർ തരുന്ന ഫോട്ടോ അല്ല നമ്മൾ നോക്കേണ്ടത്. മറിച്ച് കസ്റ്റമർ ഫീഡ്ബാക്ക് ഉണ്ടാവും. കസ്റ്റമർ അവിടെ ഇട്ടിട്ടുണ്ടാവും അവർക്ക് കിട്ടിയ ഫോട്ടോ എങ്ങനെയാണെന്നുള്ളത്. അത് നോക്കി വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ. നമുക്ക് വന്ന നഷ്ടം മറ്റൊരാൾക്ക് വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും മാരേജോ എന്തെങ്കിലും ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ അവരോട് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പർച്ചേസ് ചെയ്ത് അന്നത്തെ ദിവസത്തിന് വേണ്ടി നമ്മൾക്ക് റെൻറ്റിനോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ സ്വർണ്ണക്കടക്കാർക്കുള്ള ലാഭം ഒഴിവാക്കി കിട്ടാം. നമുക്ക് വരുന്ന നഷ്ടവും അപ്പോൾ ചിന്തിച്ച് പ്രവർത്തിപ്പിക്കുമല്ലോ. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ?